വൈദ്യശാസ്ത്രത്തിൽ ഓസ്കൾട്ടേഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയിലൂടെ ഒരു ആരോഗ്യ വിദഗ്ധന് ആന്തരിക ശരീര ശബ്ദങ്ങൾ ശ്രവിക്കാനാണ് സ്റ്റെതസ്കോപ്പിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇയർ ട്യൂബ്, ഇയർ പീസ്, ബൈനോറൽ സ്പ്രിംഗ്, ട്യൂബിംഗ്, സ്റ്റെം, ബെൽ, ഡയഫ്രം ഇവയൊക്കെയാണ് ഒരു സ്റ്റെതസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ. ഡയഫ്രവും ബെല്ലും അടങ്ങുന്ന സ്റ്റെതസ്കോപ്പിന്റെ ഭാഗമാണ് ചെസ്റ്റ് പീസ്. ഹൃദയമിടിപ്പ്, ശ്വാസമെടുപ്പ് പോലത്തെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള സൗണ്ടിനെ കേൾക്കാൻ സഹായിക്കുന്ന പരന്ന വൃത്താകൃതിയിലുള്ള ചെസ്റ്റ് പീസിന്റെ ഭാഗമാണ് ഡയഫ്രം. എന്നാൽ ഹാർട്ട് മർമേഴ്സ്, അതുപോലെ വാസ്കുലാർ സൗണ്ട്സ്, അതായത് രക്തക്കുഴലുകളിൽ കൂടി രക്തമൊഴുകുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം പോലത്തെ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള സൗണ്ടിനെ കേൾക്കാൻ സഹായിക്കുന്ന ചെസ്റ്റ് പീസിന്റെ ഭാഗമാണ് ബെൽ. ഒരു ഡോക്ടർ പേഷ്യന്റിന്റെ നെഞ്ചിലോ അല്ലെങ്കിൽ വയറ്റിലോ സ്റ്റെതസ്കോപ്പിന്റെ ഡയഫ്രത്തെ വെക്കുമ്പോൾ ഹൃദയമിടിപ്പ്, ശ്വാസമെടുപ്പ് പോലത്തെ ശരീരത്തിലെ ശബ്ദങ്ങൾ ഡയഫ്രത്തിന്റെ നേർത്ത പ്രതലത്തിലൂടെ തുളച്ചു കയറുന്നു. ശബ്ദതരംഗങ്ങൾ ഡയഫ്രത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ആ പ്രതലം അതിനനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ഈ ശബ്ദതരംഗങ്ങളെ വായുവിനാൽ നിറക്കപ്പെട്ടിട്ടുള്ള ട്യൂബിലേക്ക് കടത്തിവിടുന്നു. ഇത്തരത്തിൽ ഒരു നിശ്ചിത പവറുള്ള തരംഗങ്ങളെ കൂടിയ ഏരിയയിൽ നിന്ന് കുറഞ്ഞ ഏരിയയിലേക്ക് കടത്തിവിടുമ്പോൾ അതിന്റെ തീവ്രത വർദ്ധിക്കുകയും ഈ തരംഗങ്ങൾ ട്യൂബിന്റെ പ്രതലത്തിൽ തുടർച്ചയായി റിഫ്ലക്ഷൻ ചെയ്യുന്നത് വഴി ട്യൂബിനുള്ളിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ തരംഗങ്ങളെ കൃത്യമായി ഇയർ പീസിലേക്ക് എത്തിക്കുന്നു. ഇത് ഡോക്ടർക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുണ്ടാവുന്ന സൗണ്ട് ശ്രവിക്കുന്നതിലൂടെ ശ്വാസകോശത്തിലുണ്ടാവുന്ന അസാധാരണമായ വിസിലിംഗ് സൗണ്ടോ പോപ്പിംഗ് സൗണ്ടോ ഒരു ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇങ്ങനെ ശ്രവിക്കുന്ന അബ്നോർമൽ സൗണ്ടുകൾ ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയസ്തംഭനം, ന്യൂമോണിയ, അതുപോലെ കുടലിലുണ്ടാവുന്ന തടസ്സങ്ങൾ തുടങ്ങിയ അവസ്ഥകളുടെ സൂചനയായി പരിഗണിക്കുന്നു.